ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് മുട്ടപ്പത്തിരി എന്നും പറയും, അതേപോലെ തന്നെ ഓട്ടട എന്നും ചില സ്ഥലങ്ങളിലൊക്കെ പറയും. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഒരു മണ്ണിൻ്റെ ചട്ടിയിലാണ് സാധാരണ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുക. മണ്ണിൻ്റെ ചട്ടിയിലാണെങ്കിൽ തന്നെ നമുക്ക് ഇത് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്റ്റവിൽ വെച്ചിട്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വിറകടുപ്പിൽ തന്നെ വെക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി ഒരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.25 കപ്പ് അരിപ്പൊടിക്ക് ഒരു 3/4 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അരിപ്പൊടിയും മൈദയും സമാസമം എടുത്തിട്ടും ചെയ്യാം. അപ്പോൾ ഒരു 1.25 കപ്പ് അരിപ്പൊടി, 3/4 കപ്പ് മൈദ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ്. അപ്പോൾ അത് തിളപ്പിക്കണ്ട, ചൂടാക്കിയാൽ മതി. ചെറു ചൂടുവെള്ളം കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കട്ടയില്ലാണ്ട് നമ്മൾ കലക്കിയെടുക്കണം. അപ്പോൾ ഒരു 2.5 മുതൽ 3 കപ്പ് വരെ വെള്ളം ചൂടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ പൊടികൾ അരിപ്പൊടി മൈദപ്പൊടിയും അടക്കം 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പിന് ഏകദേശം 2.5 മുതൽ 3 കപ്പോളം വെള്ളം ആവശ്യം വരും. അപ്പോൾ നിങ്ങളൊരു 3 കപ്പ് വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ കട്ടയില്ലാണ്ട് കിട്ടാനാണ്. അപ്പോൾ കട്ടയില്ലാണ്ട് നമ്മൾ തരികളില്ലാണ്ട് നമ്മളിത് കലക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കിത് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് മിക്സിയിലൊന്നും അടിച്ചിട്ട് കട്ടയില്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വിചാരിച്ച പോലെ നമുക്ക് അപ്പം നന്നായിട്ട് കിട്ടില്ല. അപ്പം നമ്മൾ ഒരു കയ്യിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ലപോലെ കലക്കിയെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ചൂടുവെള്ളം, ഹാഫ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്തതിന് ശേഷം ബാക്കി ഹാഫ് തേങ്ങാപ്പാലും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ തേങ്ങാപ്പാലാകുമ്പോൾ നമുക്ക് ചൂടാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഹാഫ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ബാക്കി ഹാഫ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ചേർക്കാം. കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ നമ്മൾ കലക്കിയെടുക്കുക. അപ്പോൾ അധികം ലൂസാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. ആ വിധത്തിൽ വേണം നമുക്കിതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. ചിലർ ഇതിൽ സോഡാപ്പൊടി ചേർക്കും. പക്ഷേ ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇത് വളരെ സോഫ്റ്റായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ മാവ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ മനസ്സിലാവും. ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കലക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കട്ടയില്ലാണ്ട് ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്കിത് മൂടി വയ്ക്കാം. അരമണിക്കൂറിൽ കൂടുതൽ മൂടി വെക്കേണ്ട, അത്രയും സമയം നമ്മൾ മൂടി വെച്ചാൽ മതി. ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മളിത് മൂടി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഒരു മൺചട്ടി, ഞാനിപ്പോൾ ഇവിടെ സ്റ്റവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മൺചട്ടി ചൂടായതിന് ശേഷം നമ്മളിത് മൺചട്ടിയിൽ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും. വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേൽഭാഗമൊക്കെ മാവൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇത് ചട്ടിയിൽ നിന്നും എടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ ഇതിന് കൂടുതൽ യോജിക്കുക, കറികളെക്കാളും കൂടുതൽ യോജിക്കുക തേങ്ങാപ്പാലും പഞ്ചസാരയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.